ആണ്. നമുക്കെല്ലാവർക്കും സുപരിതമായി അറിയാവുന്ന ഒരു വേദഭാഗമാണ് നാം വായിച്ചത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 17, 18, 19 എന്നീ അധ്യായങ്ങളൊക്കെയും നമുക്കെല്ലാം അറിയാം. ശക്തനായ പഴയ നിയമത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒരു പ്രവാചകനെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായമാണ്. അതിനകത്ത് വ്യത്യസ്തമായി നിൽക്കുന്ന ഒട്ടനവധി ചിന്തകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഏലിയാവിൻ്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുന്നു. എങ്കിലും അതിനു മുമ്പ് ആഹാബ് ദൈവസന്നിധിയിൽ നിന്നും അകന്നു. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ, രാജാവായി ദൈവിക പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുത്തവൻ, ജാതീയ പശ്ചാത്തലങ്ങൾക്കും ജാതീയ കാര്യങ്ങൾക്കും വേണ്ടി പലതിലേക്കും തൻ്റെ ദൈവിക യാഗപീഠത്തിന് പകരം മിഥ്യ മൂർത്തികളെ യാഗമർപ്പിച്ച് അന്യദേവന്മാരെ ആരാധിക്കാൻ പോയപ്പോൾ ദൈവസന്നിധിയിൽ വലിയൊരു നെഗറ്റീവ്, വലിയൊരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിനകത്ത് ഇസ്രായേലിനെ തള്ളിവിടുന്ന സമയത്ത് ദൈവാത്മാവ് ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലം എവിടെയൊക്കെ ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടുമോ, എവിടെയൊക്കെ സത്യ ആരാധനയ്ക്കെതിരെ മിഥ്യാരാധന ഉയർന്നു വരുമോ, എവിടെയൊക്കെ ദൈവിക വ്യവസ്ഥയ്ക്കെതിരെ, സത്യ ദൈവത്തിനെതിരെ, ആത്മീകത്തിനെതിരെ കപട ആരാധനകൾ എഴുന്നേറ്റ് വരുമോ, അതിൻ്റെയൊക്കെ നടുവിൽ ഒരു തലമുറയെ വ്യത്യസ്തരായി നിർത്താൻ, ഒരു തലമുറയെ മാറ്റി നിർത്താൻ ദൈവം ഈ കാലഘട്ടത്തിനകത്തും പഴയ നിയമ കാലഘട്ടത്തിനകത്ത് പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിനകത്ത് സ്നേഹത്തോടെ ഞാൻ പറയാം, നമ്മിൽ ചിലരെ ദൈവത്തിന് എഴുന്നേൽപ്പിക്കാൻ കഴിയും. ഇന്ന് പകൽക്കാലം നാം ഇവിടെ വന്നിരിക്കുന്നതോ, ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങിയതോ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തതോ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാനാണ്. സത്യമാണ്. പക്ഷേ അതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു മർമ്മമുണ്ട്. ഈ കാലഘട്ടത്തിനകത്ത് അനേകർ ദൈവത്തിന്റെ സത്യാരാധന മറന്നുപോയി, യാഗപീഠത്തെയും ആരാധനയും മറന്നുപോയി, മിഥ്യാരാധനകൾക്കും അന്യദേവന്മാരുടെ മുൻപിൽ യാഗം വർപ്പിച്ച് അവർ അന്യദേവന്മാരുടെ കിഴിക്കകത്ത് അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരടിമകളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, അന്യദേവന്മാരുടെ ആരാധിക്കുന്നവരുടെ വേദനകൾ വർദ്ധിക്കുമെന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ, അതിനകത്തും ഈ കാലഘട്ടത്തിനകത്ത് സത്യ ദൈവത്തിന്റെ വക്താവായി ജീവിപ്പാ ചിലരെ ദൈവം ഈ പകലും നോക്കുന്നുണ്ട്. സ്നേഹത്തോടെ ഞാൻ പറയാം, ഒരായുസേ നമുക്കുള്ളൂ, ഏറിയാൽ 70 അല്ലെങ്കിൽ 80. അതുകൊണ്ട് നമ്മുടെ ആയുസ് തീരും. പക്ഷേ ആരാധിക്കുന്നെങ്കിൽ സത്യദൈവത്തെ ആരാധിക്കണം. സ്തുതിക്കുന്നെങ്കിൽ സത്യദൈവത്തെ സ്തുതിക്കണം. ജീവിക്കുന്നു എങ്കിൽ സത്യദൈവത്തിന് വേണ്ടി ജീവിക്കണം. ഈ ലോകത്തിലെ ജീവിതം പാഴാക്കി തീർക്കരുത്. സത്യദൈവത്തിന്റെ വക്താവായി ജീവിപ്പാൻ തീരുമാനമുള്ളവർ കരമുയർത്തി ദൈവത്തിനൊരു ആരാധന കൊടുക്കണം. പ്രസംഗങ്ങളും ആരാധനകളും ഒക്കെയോ ജാതീയമായി ഇടകലർന്നു പോകുമ്പോൾ അതിൻ്റെ മടിവിലും ആത്മമറവിൽ ആരാധിക്കുന്ന ചെറുകൂട്ടത്തെ നോക്കി ദൈവത്തിനു പറയാനുണ്ട്. ദൈവത്തെ വ്യവസ്ഥയോടെ ആരാധിക്കുന്ന, വ്യവസ്ഥയോടെ സ്തുതിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിലും അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. അവിടെ ദൈവത്തിന് ദൈവത്തിന്റെ കരുതലിന്റെ കാവലാളുകൾ ഉണ്ടെങ്കിൽ ഈ പകൽ ഞാൻ ആത്മമറവിൽ പറയാ, ഒരുപക്ഷെ കൂടാരത്തിനകത്ത് ആരും നിന്റെ കൂടെ കാണില്ല. കൂടെ പഠിക്കുന്ന നിന്റെ ആരാധനയ്ക്ക് എതിരായിരിക്കുക, നിന്നെ കളിവാക്ക് പറയുമായിരിക്കുക, നിന്നെ ഒരു പോഷനായി എണ്ണുമായിരിക്കുക. ഉലകത്തിൽ ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് മിക്കേണ്ടി വന്നാലും ദൈവത്തിന് വേണ്ടി നിന്ന ഉലകത്തിൽ ആരെ കരുതിയിട്ടില്ലാത്തവണ്ണം കരുതാൻ എൻ്റെ ദൈവം ശക്തനാണ്. ദൈവത്തിന്റെ കരുതലുകൾ നിന്റെ കൂടാരത്തെ തേടി വരും. 2025 ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഒരു ദൂത് ഞാൻ പറയാ, കുടുംബക്കാർ കാണില്ല, ബന്ധുമിത്രാദികൾ കാണില്ല, ഒരുപക്ഷെ മക്കൾ കൂടെ കാണണമെന്നില്ല, ഒരുപക്ഷെ ഭാര്യ കൂടെ കാണണമെന്നില്ല, ഒരുപക്ഷെ ഭർത്താവ് കൂടെ കാണണമെന്നില്ല. ആരുമില്ലെങ്കിലും സത്യദൈവത്തിന് വേണ്ടി നിന്ന ഈ തലമുറയിലും ദൈവം നിന്നെ ഉപയോഗിക്കുക. ദൈവത്തിന് വേണ്ടിയുള്ള കരുതലുകൾ നിന്റെ ജീവിതത്തിനകത്ത് തരാ. ഈ പകലെന്റെ ദൈവത്തിന് കഴിയോ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ചോ, അന്യഭാഷകളിലോ എന്റെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 17-ാം അധ്യായം മുതൽ ആരംഭിക്കുന്ന ഏലിയാവിന്റെ ചരിത്രം.
ഏലിയാവിന്റെ ചരിത്രം വചനം ഇങ്ങനെ പറയുന്നു. ഏലിയാവിന് വലിയ അഡ്രസ് ഒന്നുമില്ല, പറയാൻ അപ്പന്റെ പേരില്ല. മറ്റു സകല പ്രവാചകന്മാര് അപ്പന്റെ പേര് മുൻപിൽ നിർത്തിയാണ് പറയുന്നത്. പറയാൻ കുലമഹിമയില്ല, നല്ല തറവാട് മഹിമയില്ല. അവൻ അനാഥനായി ജീവിച്ചവനാണ്. ഒരുപക്ഷെ താങ്ങി നിർത്താൻ ഉലകത്തിൽ അവൻ ആരുമില്ല. എങ്കിലും വചനം പറയുന്നു അവനെ അഡ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബിയനായ ഏലിയാവ്. ഇന്ന് പകൽക്കാലം കേട്ടോ, അപ്പന്റെ പേര് ചേർക്കാനില്ലാത്തവർ ഒരു നാടിന്റെ പേരിൽ അവൻ കയറി വരികയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മമറിവിൽ പറയാ, ആരും നിന്റെ കൂടെ ഇല്ലേലോ, ഒറ്റയ്ക്കാണെങ്കിൽ ദൈവിക അഭിഷേകത്തോട് പ്രതികരിച്ചു തുടങ്ങിയ, ദൈവിക വിളിയോട് നീ പ്രതികരിച്ചു തുടങ്ങിയ, ആരും നിന്റെ കൂടെ ഇല്ലെങ്കിൽ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി കൂടെ നിൽക്കും. സ്വർഗത്തിന്റെ വഴികളും വാതിലുകളും നിന്നെ തേടിയെത്ത് ഞാൻ വിശ്വസിക്കുന്നു. 2025 ആരുടെ മുൻപിൽ തുറന്നിട്ടില്ലാത്ത ചില വഴികളും വാതിലുകളും നമ്മുടെ കൂടാരങ്ങൾക്കകത്ത് തുറന്നു വരട്ടെ, നമ്മുടെ ശുശ്രൂഷകൾക്കകത്ത് തുറന്നു വരട്ടെ, നമ്മുടെ തലമുറകൾക്കകത്ത് തുറന്നു വരട്ടെ. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ ഖരമടിച്ചു വായ്കളെ തുറന്ന് എന്റെ ദൈവത്തിന് ആരാധന കൊടുക്കട്ടെ. ശക്തന്മാർ എഴുന്നേറ്റ് വരട്ടെ. ജാതി ആരാധനകൾ ആമേൻ ശക്തമായി കൊണ്ടിരിക്കും ഈ കാലഘട്ടത്തിൽ. അന്യദേവന്മാരെ ആരാധിക്കുക ഒരു തലമുറ വീണുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, ബലിപീഠങ്ങൾക്കകത്ത് ഒരു തലമുറ കുടുങ്ങിക്കിടക്കുമ്പോൾ സത്യദൈവത്തെ ഉയർത്താ, സത്യദൈവത്തിന് വേണ്ടി ജീവിപ്പാ, സത്യദൈവത്തിന് വേണ്ടി നെഞ്ചും നെറ്റിയും നൽകാ. എനിക്ക് ജീവിക്കുമ്പോൾ ക്രിസ്തുവ്, മരിക്കുമ്പോൾ ലാഭമെന്ന് പറയുന്ന ചില അഭിഷിക്തന്മാർ ഈ പകൽ എഴുന്നേറ്റു വരട്ടെ. ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുകയാണ്, ഈ പകൽ ഈ ദൂത് കൈമാറുമ്പോ രാജ്യങ്ങൾക്കപ്പുറമായിരിക്കാം ഈ ദൂത് കേൾക്കുന്നത്. ഇന്ന് പകൽ ഒറ്റയ്ക്കായിരിക്കാം ഈ രക്ഷയിലേക്ക് വന്നത്, ഒറ്റയ്ക്കായിരിക്കാം നീ ദൈവത്തെ അറിഞ്ഞത്. പക്ഷെ ഭാരപ്പെടണ്ട, കൂടെ ആരുമില്ലേലോ. നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ഒരു സ്വർഗത്തെ ഈ പകൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിന്റെ കൂടെ ആരും കാണത്തില്ല, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും കാണത്തില്ല. ഇന്ന് പകൽ ഒറ്റയ്ക്കാണെങ്കിലോ, ഇന്ന് പകൽ വേദനയുടെ കയ്പ് നീരിനകത്ത് ഈ ദൈവത്തിന് വേണ്ടി നിന്നോ. ദൈവിക കരുതലുകൾ നിന്റെ കൂടാരത്തിനകത്ത്. ഓ ശബാരവാല ധാര ധാര അർത്ഥമനം ദുരഘടകപരാതല ഘടകം ദാരീഖാന്താര അർത്ഥമനം ദുരഘടകപരാതല ഘടക ധീരമനച്ചുര വൈടവ. ഓ ശാരാധാര ധാര 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 ഓ ശൈഖോറിമാന ധാരക. ആരും മൗനമായിരിക്കണവ ദൈവത്തെ കരമടിച്ചു വായ്കളെ തുറമ. അല്പസമയം ദൈവത്തിന് നല്ല ആരാധന കൊടുത്താട്ട് ഈ പകല് നിന്റെ കൂടാരത്തിന്റെ സ്ഥിതിയെ മാറ്റാൻ കഴിയും. ദൈവത്തിന്റെ ഇടപെടലുകൾ എൻ്റെ ദൈവത്തിന് ഈ പകലും നിന്നിലൂടെ ചെയ്യാൻ കഴിയും. നിന്റെ ജീവിതത്തിനകത്ത് ചെയ്തെടുക്കാൻ കഴിയും. ഉലകത്തിൽ ആർക്കു വേണ്ടി പ്രവർത്തിച്ചിട്ടില്ലാത്ത ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്താൻ കഴിയും. ഈ തലമുറയിലും നിന്നെ വ്യത്യസ്തനായി നിർത്താൻ കഴിയും. ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ചിലവ് ഈ തലമുറയ്ക്കകത്ത് എഴുന്നേറ്റ് വരട്ടെ. ഈ തിരുവനന്തപുരം പട്ടണത്തിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. ലോക രാജ്യങ്ങൾക്കകത്ത് എഴുന്നേറ്റ് വരട്ടെ. ഈ തലമുറയ്ക്കകത്ത് പാപത്തിന്റെ ചേറ്റിനകത്ത് അകപ്പെട്ടു പോകുന്നവരല്ല ആരുമില്ലെങ്കിലും അവൻ ഈ ദൈവത്തിന് വേണ്ടി നിൽക്കാം. എല്ലാ പ്രതികൂലം എല്ലാം പ്രതികൂലമാണെങ്കിലും ഓ ശബരബലഘടകവരാധലഘടക ഒരു ഉറപ്പ് ഞാൻ തരാം. ഇന്ന് പകൽക്കാലം നീ ദൈവത്തിന് വേണ്ടി ജീവിക്കാമെന്ന് തീരുമാനമെടുത്ത ഇതുവരെ കാണാത്ത കരുതലുകൾ നിന്നെ തേടിയെത്തു. ഓ ശബരബലഘടക ആഹാബിന്റെ നേതൃത്വത്തിനകത്ത് ഇസ്രായേൽ രാജ്യ ചാബി ആരാധനകൾക്കകത്ത് കുടുങ്ങിപ്പോകുമ്പോ എന്റെ ദൈവം ഒരുവനെ എഴുന്നേൽപ്പിക്കുകയാണ്. തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബിയനായ ഏലിയാവ് ചുമ്മാ എഴുന്നേൽപ്പിക്കുകയല്ല, അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കുകയാണ്. ഈ പകൽക്കാലം നിന്റെ കൂടാരത്തിനകത്ത് ആരെല്ലാം പിന്മാറിപ്പോയാല്, ആരെല്ലാം തകർന്നു പോയാല് എന്റെ ദൈവം ചിലവിനെ എഴുന്നേൽപ്പിക്കും. ഈ പകൽക്കാലം വിശ്വസിക്കുക. നിന്റെ കൂടാരത്തിന്റെ സ്ഥിതിയെ മാറ്റാ അഭിഷേകത്തിന്റെ നിറവുള്ള ചിലവ് ഈ പകൽക്കാലം എഴുന്നേറ്റ് വരും. ചിലത് ആത്മാവിന്റെ നിറവിൽ കയറി വരും. ഞാൻ ആത്മാവിൽ അങ്ങനെ കാണുകയാണ്. ഓ ശമാന
കെട്ടടിച്ചു വിട്ട കുതിരകൾ, കൊട്ടടിച്ചു വിട്ട കുതിരകൾ യുദ്ധത്തിനകത്ത് ആമേൻ അലറാടുന്നത് പോലെ ഈ തലമുറയ്ക്കകത്ത് അഭിഷേകത്തിന്റെ മിറവുള്ള, അഭിഷേകത്തിന്റെ ഊറ്റമുള്ള ചിലവ് ഇന്ന് പകൽക്കാല ആഹാബിനെ പോലെയുള്ള ചിലവിന്റെ അഭിഷേകത്തിന്റെ മിറവിൽ ചെന്ന് മുന്നിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം വിളിച്ചു പറയാൻ തന്റെ ഇടമുള്ള ഭാരതത്തിന്റെ ഉണർവിനെ പേറുന്ന, ഭാരതത്തിന്റെ ഉണർവിനെ പേറുന്ന ദൈവസഭയ്ക്ക് വേണ്ടി ചിലവിനെ ഈ പകൽ വേർതിരിക്കട്ടെ. ആമേൻ. ഇന്ന് പകൽക്കാല ലൈവിലൂടെ കാണുന്ന മാതാവ്, പിതാവ്, നീ ഒന്ന് പ്രാർത്ഥിച്ച് നിന്റെ തലമുറ അതിലൊന്നായി മാറട്ടെ, നിന്റെ കുടുംബം അതിലൊന്നായി മാറട്ടെ. ചിലവിനെ ആത്മാവ് വേർതിരിക്കുകയാണ്, ചിലവിനെ ആത്മാവ് വേർതിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ലോകത്തിന്റെ ഇൻപത്തിൽ പോകാനല്ല, ആഹാബിന്റെ മുൻപിലും അധൈര്യപ്പെടാതെ ജീവനുള്ള ദൈവത്തിന്റെ അരുളപ്പാടറിയിക്കുന്ന, അരുളപ്പാടിന് വില കൊടുക്കുന്ന, ദൈവ ശബ്ദത്തിന് വില കൊടുക്കുന്ന അർക്കമനന്ദേ ജീരമനന്ദ അൽഖൗറിഗോറിമേന ശേരമാന വിതലഗടഗ ബരാജലഗടഗ രാജലഗടഗ ശബാരദ റമാനദ. ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഉലകത്തിൽ ഒരു മനുഷ്യന്റെ മുഖത്തെയും നീ നോക്കരുത്, ഒരു വ്യക്തിയെ നീ നോക്കരുത്. ഇന്ന സംഘടന സപ്പോർട്ട് ചെയ്യുമെന്ന്, ഇന്ന ഓർഗനൈസേഷൻ സപ്പോർട്ട് ചെയ്യുമെന്ന്, ഇന്ന വ്യക്തി സപ്പോർട്ട് ചെയ്യുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഇന്ന് പകൽക്കാലം ആര് സപ്പോർട്ട് ചെയ്തില്ലേലും ദൈവം കൂടെയുണ്ട്, ദൈവം കൂടെയുണ്ട്. എല്ലാവരും എതിരായാലും ദൈവം എൻ്റെ അനുകൂലമായുണ്ട്. ഇന്ന് പകൽക്കാലം അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ ചില രാജാക്കന്മാരുടെ മുൻപിൽ നിന്നെ നിർത്തും, രാജാക്കന്മാരുടെ മുൻപിൽ നിർത്തും. അർഹതയില്ലാത്ത പട്ടണത്തിനകത്ത് നിന്നെ നിർത്തും. എങ്ങനെ നിർത്തുന്നത്? ആഹാബ് ചെയ്യുന്ന പാപത്തിന് സപ്പോർട്ട് ചെയ്യാനല്ല, ദൈവത്തിന്റെ ശബ്ദം അരുളപ്പാടായി കൈമാറാ, ദൈവത്തിന്റെ മാവായിരുന്ന് ദൈവത്തിന്റെ ദൂത് കൈമാറാ. ഈ തലമുറയിൽ ദൈവം ചില ഏലിയാവുമാരെ അഭിഷേകം ചെയ്ത് പുറത്തെടുക്കുക. ഈ തലമുറയ്ക്കകത്ത് ദൈവത്തിന്റെ ശബ്ദമായി നിൽക്കുക. ജാതീയ വ്യാപാരങ്ങൾക്ക് ഒരു കൊടുങ്കാറ്റായി മാറാ, അന്യാരാധനകൾ ഇടിച്ചു നിരുത്തുന്ന ഒരു മെതിവണ്ടിയായി മാറാ. ഈ തലമുറയിലോ ചില ഏലിയാവുമാരെ എന്റെ ദൈവത്തിന് വേണോ. ആരാ പ്രിയരെ ഏലിയാവ്? എടുത്തു പറയാൻ ഒരു അഡ്രസ് ഇല്ലാത്തവൻ. ഇന്ന് പകൽക്കാലം അവൻ അറിയപ്പെടുന്നത് അവന്റെ നാടിന്റെ പേരില്ല, തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബ്യനായ ഏലിയാവ്. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, നിന്റെ ഇന്നിന്റെ അവസ്ഥയല്ല നിന്റെ നാളെ തീരുമാനിക്കുന്നേ, നിന്റെ ഇന്നിന്റെ അവസ്ഥയല്ല നാളെ തീരുമാനിക്കുന്നേ. ഇന്നൊരു പക്ഷേ അമ്മയും അപ്പനൊക്കെ കടം വാങ്ങിയായിരിക്കാം പഠിപ്പിക്കുന്നേ, നല്ല വീട് നിങ്ങൾക്കില്ലായിരിക്കാം. ഇന്ന് പകൽക്കാല സ്വപ്നം കാണാൻ ഒന്നുമില്ലായിരിക്കാം. ആമേ, എല്ലാവരും പറയുന്നത് പോലെ മുകളിൽ ആകാശവും താഴെ ഭൂമിയും മാത്രം, എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ജീവിച്ച് തീർത്താ മതിയെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവരായിരിക്കാം. ഒരു വ്യക്തി ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് പലപ്പോഴും ഹൃദയത്തിനകത്ത് വരുന്ന ആമേൻ ഒരു കാര്യമുണ്ട്, ഞാൻ ആമേൻ അധ്വാനിച്ച്, ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ വില കൊടുത്ത് ദൈവിക പ്രമാണത്തിനകത്ത് നിന്നിട്ട് ആമേൻ ഞാൻ ചിലതിനെ രക്ഷയിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അധ്വാനിച്ച്, ഞാൻ നന്നായി പഠിച്ച്, ഞാൻ നന്നായി ഉപജീവന മാർഗത്തിൽ പോയി എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു നല്ല കാലം ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ ആഗ്രഹത്തോടെ ആയിരിക്കാം നമ്മിൽ പലരും ജീവിക്കുന്നത്. പക്ഷേ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ജീവിതത്തിന്റെ ഇമ്മിന്റെ സാഹചര്യങ്ങൾ നിനക്കെല്ലാം എതിരാണേലോ ഇന്ന് പകൽ ഭാരപ്പെടരുത്. ഇമ്മിന്റെ അവസ്ഥകളല്ല നിന്റെ നാളെയെ തീരുമാനിക്കുന്നത്, ഇമ്മിന്റെ വേദന അല്ല കുഞ്ഞെ നിന്നെ നാളെയെ തീരുമാനിക്കുന്നത്. ഒരുപക്ഷെ നിനക്കൊരു പുസ്തകം
പുസ്തകം വാങ്ങി ആമേൻ എഴുതാൻ പോലും സാമ്പത്തികമായി നിനക്കില്ലാത്ത വ്യക്തിയായിരിക്കുക. പക്ഷെ ഇന്ന് പകൽക്കാല നല്ല വസ്ത്രം നിനക്കില്ലായിരിക്കുക, നല്ല ആഹാരം നിനക്കില്ലായിരിക്കുക. പക്ഷെ നിന്റെ ഭാവിയെ നിർണയിക്കുന്നവ ഇന്നിന്റെ സാഹചര്യങ്ങളല്ല, നിന്റെ ഭാവിയെ നിർണയിക്കുന്നവ നിന്റെ മേൽ വീഴുന്ന അഭിഷേകമാണ്, നിന്റെ മേൽ വീഴുന്ന ദൈവകൃപയാണ്, നീ ആരാധിക്കുന്ന ദൈവമാണ് നിന്റെ ഭാവിയെ നിർണയിക്കുന്നതെങ്കിൽ ഈ പകൽ ഞാൻ അഭിഷേകത്തിന്റെ നിറവിൽ, ആ അനുഭവത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് ആത്മാവിൽ ഞാൻ നിങ്ങളുടെ മേൽ റിലീസ് ചെയ്യുക. അർഹതയില്ലാത്തടുത്ത് നിർത്താൻ കഴിയും, അർഹതയില്ലാത്ത ശക്തന്മാരുടെ മുൻപിൽ ഒരു കൊടുങ്കാറ്റ് പോലെ അഭിഷേകത്തിന്റെ നിറവിൽ നിർത്താൻ കഴിയുന്ന ഒരു ദൈവത്തെ ഈ പകൽ എനിക്കറിയാം. അവന്റെ പേരത്രേ യേശു ക്രിസ്തു. ഓ ശബരബലഘടകബരാധലഘടകം ധുരഘടകധരാധലഘടക അർത്ഥമനം ധുരഘടകബരാധലഘടക. ഓ ശാരാമാന ഇറിഗം ധാര ചിലബിന്റെ ബൗണ്ടറികളെ ഞാൻ പൊളിക്കുക, ചിലബിന്റെ ബൗണ്ടറികളെ ഞാൻ പൊളിക്കുക. അർഹതയില്ലാത്ത വിദ്യാഭ്യാസങ്ങൾ കൂടാരങ്ങൾക്കകത്തുണ്ടാകട്ടെ. ശക്തന്മാരായ അഭിഷിക്തന്മാർ ഈ പട്ടണത്തിനകത്ത് ഇറങ്ങി എഴുന്നേറ്റ് വരട്ടെ. റിവൈവൽ സെന്ററിനകത്തുനിന്ന് ആമേൻ ശക്തന്മാരായ അഭിഷിക്തന്മാർ ഭാരതത്തിന്റെ ഉണർവിന് പേറുന്ന ചിലവ് അഭിഷേകത്തോടെ ഇറങ്ങി വരട്ടെ. ഈ പകൽ ഞങ്ങൾ ദേശത്തെ അവകാശം പറഞ്ഞ് ഈ പകൽ ആത്മാവിൽ പ്രഖ്യാപിക്കുക. ഇരുട്ടിന്റെ കോട്ടകത്തളങ്ങള് ഇടിച്ചു നിരത്താൻ ശക്തിയുള്ള അഭിഷേകത്തിന്റെ വീറോടെ നിൽക്കുന്ന ദൈവകൃപയ്ക്കകത്ത് ചലിക്കുന്ന ഒരു തലമുറ ഈ പകൽ ഈ ആലയത്തിനകത്തും എഴുന്നേറ്റ് വരട്ടെ. Oh, what a mighty presence, what a mighty presence, what a mighty presence. Sharamana Rigamanatha Rigamthara Rigamthara. പ്രതീക്ഷയറ്റ് ജീവിത, പ്രതീക്ഷയറ്റ് നാളെ എമ്പാകുമെന്നറിയാൻ കഴിയാതെ, ഭാവി എമ്പാകുമെന്നറിയാൻ കഴിയാതെ ഒതുക്കിപ്പോയ ചിലവിന് ഈ പകൽക്കാല ദൈവത്തിന്റെ ഫേവർ തൊടട്ടെ, ദൈവത്തിന്റെ ഫേവർ തൊടട്ടെ, ദൈവത്തിന്റെ ഫേവർ തൊടട്ടെ. അർഹതയില്ലാത്ത ദൈവകൃപ ശരാമനാഥ അവിടെ എത്തിപ്പെടാ ഒരു യോഗ്യതയില്ല, ഒരു മഹത്വമില്ല, ഒരു വിദ്യാഭ്യാസമില്ല, പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആമേനെസ്തറിനെ രാജ്ഞി പദത്തിലെത്തിക്കാൻ കഴിയുന്ന എന്റെ ദൈവത്തിന്റെ കര ഇന്ന് പകല് കുറുകിയിട്ടില്ല കുഞ്ഞ്. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത യോസേഫിനെ മന്ത്രി കുപ്പായമണിയിക്ക കഴിയുന്ന ദൈവത്തിന്റെ കര ഈ പകൽ കുറുകിയിട്ടില്ല. ഒരു ആരാലും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട ചിലവിനെ തേടിപ്പോയി. ഞാൻ എന്റെ സഭയെ പണിയോ, പാതാള ഗോപുരങ്ങൾ അവനെ ജയിക്കയില്ലെന്ന് പറഞ്ഞു മുക്കുവ ചെറുക്കന്മാരെ കൊണ്ട് ആയിരങ്ങളെയല്ല 10,000 സ്നാനജലത്തിൽ ഇറക്കിക്കാൻ കഴിയും ഒരു കരത്തെ. ഓ ശബരബലഘടകബരാധനഘടക ധൈര്യത്തോടെ പറ, എൻ്റെ ഇന്നിൻ്റെ അവസ്ഥയല്ല എൻ്റെ ഭാവി നിർണയിക്കുന്നത്. എൻ്റെ ഭാവി ദൈവം നിർണയിക്കും. പറഞ്ഞാട്ടെ, ദൈവം നിർണയിക്കും. 2025 അർഹതയില്ലാത്ത ഇടത്ത് ദൈവം എന്നെ നിർത്തും. ദൈവത്തിൻ്റെ നാവായി എന്നെ നിർത്തും, ദൈവത്തിൻ്റെ ശബ്ദമായി എന്നെ നിർത്തും. പൗലോസ് പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുക. അതുപോലെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച രാജ്യങ്ങൾക്ക് കൈമാറാ, പട്ടണങ്ങൾക്ക് കൈമാറാ, സഭകൾക്ക് കൈമാറാ. ഈ തലമുറയിൽ ദൂതില്ലാത്തവരായിട്ടല്ല, ദൈവത്തൊന്ന് അപ്ഡേറ്റഡ് ദൂതുമായി ചലിക്കുന്നൊരു ആത്മതല വെളിപ്പെടുന്നൊരു സഭയാ ഈ പകൽ. ഇതിനെ അപ്ഗ്രേഡ് ചെയ്യുക, ഇതിനെ അപ്ഗ്രേഡ് ചെയ്യുക, ഇതിനെ അപ്ഗ്രേഡ് ചെയ്യുക. ഈ പകൽ പട്ടണങ്ങളെ പിടിക്കുക. ആത്മവിയോഗമുള്ള ചിലവിന് വേർതിരിച്ച് 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 ദൈവത്തിന്റെ ശബ്ദമാക്കുന്ന
ഒന്നുമില്ലാത്തവൻ എന്ന് നിൽക്കുന്നത് ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത. അവൻ കയറി വരികയാണ്. ഹല്ലേലൂയ. മരുഭൂമിയിൽ നിന്ന് യോഹന്നാൻ കയറി വരുന്നത് പോലെ അവൻ കയറി വരികയാണ്. അവൻ കയറി വന്ന് ആഹാബിന്റെ മുൻപിൽ നിൽക്കുക. ആഹാബിനോട് പറഞ്ഞു, ആഹാബേ, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞോ മഴയോ പെയ്യത്തില്ല. നീ ദൈവത്തെ വാസ്തവമായി അറിഞ്ഞാൽ, വാസ്തവമായി ദൈവത്തിൻ്റെ പൈതലായി ജീവിച്ചാൽ, വാസ്തവമായി ദൈവവുമായി ബന്ധമുണ്ടെങ്കിൽ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവവുമായി അഖേദ്യമായ ബന്ധം വാസ്തവമായി ഉണ്ടെങ്കിൽ നീ പറഞ്ഞാൽ ദൈവം അതിനെ സുവയ്ക്കും. മനസ്സിലായില്ല? ദൈവം നീ പറഞ്ഞാൽ അതിനെ സുവയ്ക്കും. ഒരിക്കൽ യുദ്ധത്തിൻ്റെ താഴ്വരയ്ക്കകത്തു നിന്നുകൊണ്ട് യുദ്ധം നന്നായി സംഭവിക്കുക. നോക്കുമ്പോൾ ചന്ദ്രൻ ഉയർന്നു വരിക, സൂര്യൻ അസ്തമിച്ചു തുടങ്ങുക. എന്തു ചെയ്യണമെന്നറിയാതെ യോശുവ ഭയത്തോടെ വിറയലോടെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, ആ യുദ്ധത്തിൻ്റെ താഴ്വരയ്ക്കകത്ത് നിൽക്കുമ്പോൾ യോശുവയ്ക്കൊരു ഉറപ്പറിയാം, യോശുവയ്ക്കൊരു ബോധ്യമുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ യജമാനൻ മോശ പറഞ്ഞതിനല്ല എൻ്റെ ദൈവം യെസ് വച്ചു. എന്താ മോശ പറഞ്ഞത്? മോശയോട് ദൈവം പറഞ്ഞു, മോശയെ, ഞാൻ ഈ ജനത്തിൻ്റെ മുൻപാകെ നടക്കത്തില്ല, ഞാൻ വരുന്നില്ല, നീ പൊയ്ക്കോ. മോശ പറഞ്ഞു, ദൈവമേ, നീ ഇല്ലെങ്കിൽ എന്നെ അയക്കരുത്. അടുത്ത് മോശയോട് പറഞ്ഞു, മോശയെ, ഞാൻ ഈ ജനത്തിൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മാച്ചു കളയാൻ പോവുക. മോശ ഇടുപ്പിൽ നിന്നിട്ട് പറയുക, അങ്ങനെ മാറ്റുന്നെങ്കിൽ ദൈവമേ, ഈ ജനത്തിൻ്റെ പേര് മാറ്റുന്നതിന് മുമ്പ് എൻ്റെ പേരാദ്യം മാറ്റണം. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ പേരാദ്യം മാറ്റണം, എന്നിട്ട് ഈ ജനത്തെ മാറ്റാവൂ. ഒത്തിരി കഷ്ടപ്പെട്ട് നിന്റെ വാക്ക് കേട്ട് ഞാൻ ഇറക്കിക്കൊണ്ടുവന്നതാ. ഇവര് പാതി വഴിയിൽ വിട്ടുവെച്ച് നശിച്ചു പോകാനല്ല എനിക്കറിയാം. ഇവർ ദുശാഠ്യമുള്ള തലമുറയാണ്. പക്ഷെ അവരെ പണിത് പുറത്തെടുക്കുക നിനക്ക് മാത്രമേ കഴിയൂ. ആ വാക്കിന്റെ മുൻപിൽ മോശയോട് പറഞ്ഞു, മോശേ, നിന്റെ വാക്ക് പ്രതിജ്ഞ, നിന്റെ മുൻപാകെ നടക്ക. ഇസ്രായേൽ എന്റെ മുൻപാകെ നടക്കാമെന്നല്ല പറഞ്ഞ്, മോശേ, ഞാൻ നിനക്ക് മുൻപാകെ നടക്ക. യോശുവയ്ക്കറിയാ, സകലർക്കും എതിരായി നിന്നിട്ട് മോശയുടെ ഒറ്റ വാക്കിന് ഇസ്രായേൽ കൂടാരത്തിനകത്ത് വെളിപ്പെടേണ്ട ന്യായവിധിയെ മാറ്റാൻ ശക്തി ഉണ്ടെങ്കിൽ ഈ പകല് എന്റെ ദൈവം വിളിച്ച വിളിപ്പുറത്താണ്. എന്റെ ദൈവം വിളിച്ച അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കത്തില്ല. ആ ധൈര്യത്തിൽ കയറി നിന്നിട്ടാ പറഞ്ഞ്, സൂര്യാമിക്കുതയോലും ചന്ദ്രാമി അയ്യാറോ താഴ്വരയിലും നിൽക്കായെന്ന് ഭക്തനായ മനുഷ്യൻ പറഞ്ഞപ്പോ സൂര്യനും ചന്ദ്രന് അവിടെ സ്റ്റക്കായി നിന്നു എങ്കിൽ ഈ തലമുറയിൽ നീ പറഞ്ഞ ചിലവ് സംഭവിക്ക്. നീ വില കൊടുത്ത് ദൈവസന്നിധി നിമ്മ പറഞ്ഞ ഈ കാലഘട്ടത്തിനകത്ത് എന്റെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നിന്നിലൂടെ ചെയ്യാൻ കഴിയും. വിശ്വസിക്കുന്നവ എമ്മറിയില്ല, വലിയ ആത്മസാന്നിധ്യം ഇതിനകത്ത് ചലിക്കുക. ഇന്ത്യ മഹാരാജ്യം കാണാൻ പോകുക. അഭിഷിക്തന്മാർ പറയുന്നത് ചിലത് സംഭവിക്കുന്ന, അഭിഷിക്തന്മാർ പ്രവചിക്കുന്ന ചിലത് സംഭവിക്കുന്ന സീസണുകൾ തിരിയാൻ പോകുകയാണ്. ഈ പകൽക്കാലം വിടുവായുധനം പറയുകയല്ല, ഈ പകൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മുമ്പ് പറയുക. അപ്പനോട് മക്കൾ പറഞ്ഞ അപ്പൻ ചിലബസ് യെസ്. ഇന്ന് പകൽ ആത്മമറവിൽ പറ, നിന്റെ ശരീരത്തിലെ രോഗത്തോട് വഴിമാറാൻ പറ. നിന്റെ കൂടാരത്തിന്റെ കടഭാരത്തോടും വഴിമാറാൻ പറ. നിന്റെ ശുശ്രൂഷയെ കെടുത്തുന്ന ദർശനത്തെ ഒതുക്കുന്ന ഹൃദയത്തിനകത്ത് ഭാരമിട്ട് അകറ്റുന്ന മാനസികമായി തകർത്തു കളയുന്ന,
സ്വപ്നത്തിനനുസരിച്ച് ചലിക്കാൻ കഴിയാം, ദൈവിക പ്രവർത്തിക്കനുസരിച്ച് ചലിക്കാൻ കഴിയാതെ എവിടെയൊക്കെ ബന്ധിച്ചൊതുക്കുന്ന ജാതീയ പശ്ചാത്തലങ്ങളുടെ ദൈവത്തിന്റെ കനത്തകരം ഈ പകൽ വീഴട്ടെ, ഈ പകൽ വീഴട്ടെ. അസാധാരണമായ ഒരു മൂവ് ഇതിനകത്ത് സംഭവിക്കട്ടെ. സംഭവിക്കുന്നു, 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 സംഭവിക്കുന്നു. നീ ഇവിടെ ഇരുന്ന് കൽപ്പിക്കുമ്പോ നഷ്ടപ്പെട്ട ചിലത് ആത്മാവിൽ ഉയർന്നു വരികയാം. ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കത്തില്ല, നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. ഓ ശരമണധേ, അങ്ങനെ വിചാരിക്കുന്ന ആരാ പറഞ്ഞു നിന്നെ തട്ടിക്കളിക്കാൻ കഴിയുമെന്ന്? നീ പറഞ്ഞാൽ ചിലതിന് ദൈവം യേശു വയ്ക്കും, ദൈവം ചിലതിന് യേശു വയ്ക്കും, ദൈവം ചിലതിന് യേശു വയ്ക്കും. ഈ പകൽക്കാലം ദൈവം ചിലതിന് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ പട്ടണത്തിനകത്ത് നൂറുകണക്കിന് വ്യക്തി ജീവിതങ്ങളെ എൻ്റെ ദൈവം ആലയവുമായി കണക്ട് ചെയ്യുന്ന വലിയ ദൈവിക പ്രവൃത്തിയുടെ വിശാലതകൾ ഞങ്ങൾ ആത്മാവിൽ തുറക്കുക, കൂട്ട സ്നാനങ്ങൾ സംഭവിക്കുന്ന വലിയ ദൈവ പ്രവൃത്തിയുടെ തലങ്ങൾ വെളിപ്പെടുന്ന വലിയ മിനിസ്ട്രിയുടെ എക്സ്പാൻഷനുകൾ സംഭവിക്കുന്ന ഇന്ന് പകൽ ചില കൂടാരങ്ങൾക്കകത്തുനിന്ന് സൂയിസൈഡുകൾ മാറട്ടെ. മരണത്തിന്റെ കെട്ടുകൾ മാറട്ടെ, നഷ്ടബോധത്തിന്റെ കെട്ടുകൾ മാറട്ടെ. തീർത്തു കളയാമെന്ന് വിചാരിക്കുന്ന ചില കെട്ടിന്റെ ഈ വ്യാപാരങ്ങൾ ഈ പകൽ അഴിഞ്ഞു മാറട്ടെ. ചിലത് ഈ പകൽ സ്വതന്ത്രമാകട്ടെ. അഭിഷേകമുള്ള ചില അധികാരത്തോടെ ചലിക്കണ്ട. യോശുവ പറഞ്ഞു, അതങ്ങനെ സംഭവിച്ചു. ഇന്ന് പകൽ യോശുവ പറഞ്ഞാൽ മാത്രമല്ല, ഏലിയാവും പറഞ്ഞു അതങ്ങനെ സംഭവിച്ചു. വിശ്വസിക്കാമെങ്കിൽ നീ പറഞ്ഞാലും അതങ്ങനെ സംഭവിക്കും, നീ പറഞ്ഞാലും അതങ്ങനെ സംഭവിക്കും. നിന്റെ കുടുംബത്തെ നോക്കി നീ പറയുന്നതേ സംഭവിക്കൂ. മന്ത്രവാദി പറഞ്ഞതല്ല, ആരോ നിന്നെ നോക്കി ശപിച്ച ശാപവാക്കല്ല. വചനം പറയുന്നു, നീ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനായതുകൊണ്ട് ശാപം അനുഭവിക്കാനല്ല വിളിച്ചത്. ചില ശാപത്തിന്റെ വാക്കുകളെ ആത്മാവ് ക്യാൻസൽ ചെയ്ത് അനുഗ്രഹത്തിലേക്ക് നിന്നെ കയറ്റി വിട. ഈ പകലിൽ എന്റെ ദൈവത്തിന് ശക്തിയുണ്ട്. ഈ പകൽ ആത്മാവിൽ വിശ്വസിച്ചോ. ശാപത്തിന്റെ അടിമത്വത്തിൽ കിടക്കുന്ന ചിലവ് ഈ മാളുകളിൽ ആലയത്തിനകത്ത് കയറി വന്ന് ദൈവ സ്നേഹത്താൽ അനുഗ്രഹത്തിലേക്ക്. വാട്ട് എ മൈറ്റി പ്രസൻസ്, വാട്ട് എ മൈറ്റി. വേഗത്തിൽ പോകട്ടെ. വചനം പറയുന്നു, ആഹാബിനോട് ഏലിയാവ് പ്രവചിച്ചു, അതുപോലെ സംഭവിച്ചു. ഞാൻ ഇന്ന് പകൽക്കാലം ഞാനിങ്ങനെ പറയാം, ദൈവത്തിൻ്റെ വാക്ക് കേട്ടാണ് നീ ഇറങ്ങിയതെങ്കിൽ നിനക്ക് വേണ്ടിയുള്ള കരുതൽ ദൈവം കരുതിയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. വചനം കൃത്യമായി പറയുന്നു, ആഹാബ് ഇസബേൽ ഈ വാക്ക് പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ഏലിയാവിനെ തകർത്തു കളയാൻ ആ ദേശം മുഴുവനും ആൾക്കാരെ അയച്ചു. ആമേൻ. നോക്കുകാരെ അയച്ചു. ഇവനെ എവിടെ എന്നെങ്കിലും കിട്ടിയാൽ ഇവന്റെ തലയെ ഛേദിച്ച് ദേശത്തിന്റെ മുൻപിൽ പരസ്യകോലവാക്കാൻ പദ്ധതിയിട്ട് ആഹാബും ഇസബേലും കൂടെ ഏലിയാവിനെതിരെ പദ്ധതി ഒരുക്കുമ്പോൾ
ദാസനായ ഏലിയാവിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായതെന്നും അറിയാമോ? ഏലിയാവിനോട് ദൈവത്തിൻ്റെ അരുളപ്പാട്, ഏലിയാവേ നീ പോയി കെരീത്ത് ദേശത്തിലുള്ള തോട്ടിൻ്റെ കരയ്ക്ക് നീ പോയി രാവാർക്ക. ഏലിയാവ് കെരീത്ത് തോട്ടിലേക്ക് കടന്നുപോയി. തോട്ടിൻ്റെ കരയിൽ അവൻ രാവാർക്കുകയാണ്. ഇസബേലിൻ്റെയും ആഹാബിൻ്റെയും സകല ഭടന്മാരും വൃത്യന്മാരും എന്തിനേറെ ദേശനിവാസികൾ പോലെ ഏലിയാവിനെ കണ്ടുകഴിഞ്ഞ ഒറ്റിക്കെടുക്കാൻ കണക്കിന് സകലരെയും പദ്ധതി ഒരുക്കി ഒരു രാജ്യം ഒരുവനെ പിടിക്കാൻ കാത്തിരിക്കുകയാണ്. ഒരു വ്യക്തിയല്ല, ഒരു രാജ്യം ഏലിയാവിനെ പിടിച്ചു തീർക്കാൻ ഒതുക്കി തീർക്കാൻ കാത്തിരിക്കുകയാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടുന്നത്. അവിടെയാണ് ദൈവസ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുന്നത്. അവിടെ കൃത്യമായി വചനം പറയുന്നു, ഏലിയാവ് കെരീത്തിന്റെ തോട്ടിൻ്റെ കരയ്ക്ക് പാർത്തിരുന്ന കാലം മുഴുവനും ഏലിയാവിനെ കാക്കെ അയച്ചു പോഷിപ്പിച്ചു. ഹല്ലേലൂയ. 2025 ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നീ ഇറങ്ങിയ, ദൈവത്തിൻ്റെ വാക്കിന് നീ വില കൊടുത്ത, നിനക്ക് അഭയം മാത്രമല്ല നിനക്ക് വേണ്ടിയുള്ള കരുതലും ഒരു സമയം തെറ്റാവേ നിന്റെ കരത്തിൽ തരാ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്. ഇന്ന് പകൽ മനുഷ്യന്റെ മുഖം നോക്കണ്ട, ഈ പകൽ ദൈവം കാക്കെ അയച്ചു പോലും നിന്നെ പോറ്റാൻ പുലർത്താൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. 2025 ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവിക കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തിയെയും ഇന്നുവരെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത വ്യക്തികളെ കൊണ്ട് ദൈവം നിന്നെ പോഷിപ്പിക്കാൻ പോകുകയാണ്. അർഹതയില്ലാത്ത നന്മകൾ നിന്റെ കൂടാരത്തിനകത്ത് തന്നു ദൈവം പോഷിപ്പിക്കാൻ പോകുക. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ ഇന്ന് പകൽ വ്യക്തമായി ദൈവം അവനോട് പറയുന്നു, 2025 3 മാസം മുതൽ ആ ദൈവപ്രവൃത്തി നിന്റെ കൂടാരത്തിനകത്ത് സംഭവിക്കാൻ പോകുക. ഇതുവരെയും നീ കണ്ടിട്ടില്ലാത്ത ചില വ്യക്തികൾ നിനക്ക് വേണ്ടി കരുതലിന്റെ കരം ആ ദൂതനോട് ആമേൻ പറയാൻ കഴിയുമെങ്കിൽ, പിടിക്കാൻ കഴിയുമെങ്കിൽ ഈ പകൽ ആ ദൂതിനോട് ആമേൻ പറഞ്ഞു സ്വീകരിക്ക. എന്നോട് കൃത്യമായി ദൈവാത്മാവ് പറയുക, ഇതുവരെ നീ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ നിനക്ക് വേണ്ടി കരുതലിന്റെ കരം നീട്ടും. ഈ ബാരാധാർ നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി, നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി ദൈവം പറഞ്ഞിട്ടുണ്ടോ? കരുതൽ ഉറപ്പാ. ദൈവമാണോ നിന്നോട് പോയി ഇരിക്കാൻ പറഞ്ഞത്? നീ അതിനകത്ത് എക്സ്ക്യൂസ് പറയണ്ട. അയ്യോ കർത്താവേ, ഞാൻ പോയി ദൂത് പറയിച്ചത് കൊണ്ടല്ലേ എനിക്ക് കെരീത്ത് വന്ന നീ ചിന്തിക്കണ്ട. ഇന്ന് പകൽ ദൈവം പറഞ്ഞിട്ടാണോ വന്നത്? അവിടെ നിനക്ക് അഭയം ഉറപ്പാണ്. ദൈവം അറിയാതെ നിന്നെ തകർക്കാൻ ഒരു ഇസബേലിന്റെ പദ്ധതികൾക്കും കഴിയില്ല. അവിടെ കൊട്ടാരത്തിൽ പദ്ധതി ഒരുക്കുക, ഓരോ രാത്രിയും ഓരോ പകലും ഇവിടെ ദൈവം ഭക്തനെ പോഷിപ്പിക്കുക. ഇന്ന് പകൽ 2025 ആദ്യത്തെ മാസത്തിൽ നിന്നുകൊണ്ടൊരു ദൂത് പറയാ, ലോകത്തിൽ നിനക്കെതിരെ ശത്രു പദ്ധതി ഒരുക്കിയാലോ നിന്നെ അഭയത്തോട്, നിന്നെ തന്റെ ഇടത്തോട് പരിപാലിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സംരക്ഷണമുണ്ട്. ഒരു കോഴി തന്റെ കുഞ്ഞിന് ചിറകിന്റെ കീഴിൽ മറച്ചു പിടിക്കുന്നത് പോലെ ഇതുവരെയും ഉലകത്തിൽ ആരെയും സംരക്ഷിച്ചിട്ടില്ലാത്തവണ്ണം നിന്നെ സംരക്ഷിപ്പാ എന്റെ കരത്തിൽ പദ്ധതിയുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. ഇസ്രായേൽ മുഴുവനും, ഇസ്രായേൽ ദേശം മുഴുവനും, സകലരും ഏലിയാവിനെ തിരഞ്ഞു നടക്കുക. ദൈവം ഭക്തനെ ഇരുത്തിയത് കണ്ടോ? ആഹാബിന്റെ കൊട്ടാരത്തിന് പുറകിൽ
വെറും 150 മീറ്റർ മാത്രം പുറകിൽ കെരീത്തിന്റെ കരയ്ക്കകത്ത് ഭക്തനെ ഇരുത്തുക. ഇന്ന് പകൽക്കാലം ലോകം മുഴുവനും നിനക്കെതിരായിരുന്നാലും, ലോകത്തിലെ വ്യക്തികൾ മുഴുവനും നിനക്കെതിരായിരുന്നാലും, അവരുടെ മൂക്കിന്റെ തുമ്പത്ത് നിന്നെ അഭയത്തോടെ നിന്നെ പരിപാലിക്കാൻ കഴിയുന്ന, നിന്നെ ഒതുക്കുമെന്ന് പറഞ്ഞവരുടെ മുന്നിൽ നിന്നെ ക്ഷേമത്തോടെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഈ പൈകൾ ഞാൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം പറ, ശത്രുവേ നീ പദ്ധതി ഒരുക്കത്തേ ഉള്ളൂ, ഞാൻ നിന്റെ മുൻപിൽ ക്ഷയാളിയെ പോലെ ജീവിക്കുന്നവ എന്റെ ദൈവം നിന്നെ കാണിക്കാൻ പോകുകയാ. ഓ റമാനാധാര പിടിക്കാൻ കഴിയുമെങ്കിൽ ഈ ദൂതിനോട് ആമേൻ പറഞ്ഞു. വചനം പറയുന്നു, ശത്രുക്കൾ കാണുക മേശയൊരുക്കുക, ശത്രുക്കൾ കാണുക മേശയൊരുക്കിയ 2025 ജീവിതം തീർന്നു വാസേ എന്ന് പറയുമ്പോ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? ശത്രു കാണുക. ഇനിയൊരു ഭാവിയില്ല, ഇനിയൊരു ജീവിതമില്ല, ഇനിയൊരു ഉയർച്ചയില്ല, ഇനിയൊരു നന്മയില്ല, ഇവിടെയൊക്കെ തീർന്നു, ഇങ്ങനെയൊക്കെ ആയാ മതി എന്ന് ചിന്തിക്കുന്ന മിന്നോള ദൂത്, ശത്രുക്കൾ കാണുക നിനക്ക് ദൈവം ഒരു വിരുന്നൊരുക്കുക. ഏലിയാവേ, ആരാടാ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞത്? അവരുടെ കൊട്ടാരത്തിനടുത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കാൻ പോകുക. ശത്രുവിന്റെ കൊട്ടാരത്തിനടുത്ത് ഞാൻ നിന്നെ മറയ്ക്കാൻ പോകുക. എന്റെ ദൈവം മറച്ച, എന്റെ ദൈവം മറച്ച ഈ പകൽ ആരോടൊക്കെ ദൈവം ഇടപെടുകയോ? 2025 ദൈവം മറച്ചു പിടിച്ച ചിലവ് ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. തീർന്നു പോകുമെന്ന് ഡോക്ടർ വിധി എഴുതിയിട്ട്, ഇനി ഉയർച്ചയില്ലെന്ന് ദേശം വിധി എഴുതിയിട്ട്, എല്ലാം തകർന്ന് ജീവിതം ഒരു ചോദ്യ ചിഹ്നം പോലെ നിന്നിട്ട് ദൈവം മറച്ചു പിടിച്ച ചിലവ്. പ്രിയരെ, ലോകം മുഴുവൻ എതിരായി നിന്നാലും ദൈവം മറച്ചാൽ ശത്രുവിന്റെ മുൻപിലും ദൈവം നിന്നെ ജയാളിയാക്കി നിർത്തും. അതിനോട് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്നൊരു ധൈര്യമുണ്ട്. 2025 ദൈവത്തിൻ്റെ കരുതലുകൾ നീ കാണാൻ പോവുക. ദൈവസഭയോട് പറയാൻ പറഞ്ഞു, അർഹതയില്ലാത്ത ചില കരുതലുകൾ നിന്നെ തേടി വരാൻ പോവുക. അർഹതയില്ലാത്ത ചില ദൈവിക കരുതലുകൾ നിന്നെ തേടി വരാൻ പോകുക. എവിടെന്നാ വരുന്നേ? ശത്രുവിൻ്റെ പാളയത്തുനിന്ന് ചില റൂട്ടുകളെ വെട്ടി എൻ്റെ ദൈവം നിന്നെ പോഷിപ്പിക്കത്തക്ക നിലവാരത്തിൽ ആര് തകർക്കുമെന്ന് പറഞ്ഞു, ആര് തീർത്തു കളയുമെന്ന് പറഞ്ഞു, അവന്റെ ചില പദ്ധതികൾക്കകത്തുനിന്ന് ചില സംരക്ഷണത്തിന്റെ നന്മകൾ ദൈവത്തിന്റെ കരത്തിൽ പ്രിയരെ, ഏലിയാവ് കഴിച്ച അപ്പവും ഏലിയാവ് കഴിച്ച ആഹാരവും വന്നവ ഏതെങ്കിലും വ്യക്തിയുടെ വീട്ടിൽ നിന്നല്ല. കാരണം ദേശം മുഴുവനും ക്ഷാമമായി തമ്മിൽ ഇസ്രായേൽ ജനം മുഴുവനും എമ്പിനേറെ വചനം വ്യക്തമായി പറയുന്നുണ്ട്. എലീശയുടെയൊക്കെ കാലത്തിനു മുമ്പ് കാലമൊക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത്, കാലഘട്ടമൊക്കെ ഏലിയാവിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത് സ്വന്തം മക്കളെ പോലും പച്ചയ്ക്ക് തിന്നിരുന്ന കാലഘട്ടം. എന്തു പറ്റി? കാരണമെന്ത്? സ്വന്തം കുഞ്ഞിനെ പുഴുങ്ങി തിന്നുക എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയുമോ? ഹലോ, ആഹാരമില്ലാത്ത ക്ഷാമം വർദ്ധിച്ചപ്പോ സ്വന്തം കുഞ്ഞിനെ ഭക്ഷിച്ചിരുന്ന കാലഘട്ടത്തിലും കാലഘട്ടത്തിന്റെ സാഹചര്യങ്ങൾ എഴുന്നേറ്റ് വരുമ്പോഴും ദേശം മുഴുവനും ക്ഷാമമായി മാറുമ്പോഴും ഏലിയാവ് ക്ഷാമകാലത്ത്
കൂടാരത്തില് സന്തുഷ്ടമായിരിക്കുക. അവന് വന്ന നന്മ ആഹാബിന്റെ കൊട്ടാരത്തുനിന്നാണ്. ആഹാബിന്റെ കൊട്ടാരത്തുനിന്ന് നന്മയുമായി എല്ലാ ദിവസവും ഒരു കാക്ക പറന്നിറങ്ങുമായിരുന്നുവെങ്കിൽ ഇന്ന് പകൽ നീ എവിടെ തകർക്കപ്പെടുമോ, നീ എവിടെ തീർന്നു പോകുമെന്ന് ശത്രു വിധി എഴുതിയോ അപേക്ഷത്തുമെന്ന് ചില നന്മകള് എന്റെ ദൈവത്തിന്റെ കരത്തിൽ തമ്മ ക്ഷാമത്തിലും ക്ഷേമമായി പോറ്റാൻ കഴിയുമോ? അറിയില്ല. ആത്മാവ് വ്യക്തമായൊരു ബോധ്യം ഈ പകൽ തരികയാ. പിടിക്കാൻ കഴിയുമെങ്കിൽ തന്റെ ഇടത്തോടെ ഈ ദൂതിനോട് ആമേൻ പറഞ്ഞു സ്വീകരിക്കുക. ഈ പകൽ നിന്റെ ചരിത്രം മാറുന്ന ചില ദൈവ പ്രവർത്തികൾ നിന്റെ കൂടാരത്തിനകത്ത്. ഓ എലിയാവിന് വേണ്ടിയുള്ളതെല്ലാം ഇരിക്കുന്ന ഇടത്ത് വരികയാ. ഞാനൊരു ദൂത് ഞാൻ പറയാം. നീ ദൈവരാജ്യത്തിന് വേണ്ടി നിന്നാൽ ലോകം മുഴുവനും അന്യദേവന്മാരെ ആരാധിച്ച് ആഹാബിന്റെ ഭാര്യയായ ഇസബേലും ദൈവത്തെ ആരാധിക്കേണ്ട ദൈവത്തിന്റെ യാഗപീഠം പണിയേണ്ട ഇസ്രായേലിനകത്ത് മിഥ്യാമൂർത്തികളെയും അന്യദേവന്മാരുടെ യാഗപീഠം പണിത് ആരാധന തുടങ്ങുമ്പോൾ അതിൻ്റെ നടുവിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും സപ്പോർട്ട് ചെയ്യാൻ ഒറ്റ മനുഷ്യരില്ലേലും ഒരു ശിഷ്യൻ കൂടെ ഇല്ലേലും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒറ്റപ്പെടലിൻ്റെ വാക്കൊക്കെ നമുക്ക് പ്രസംഗിച്ച് ഫലിപ്പിക്കാൻ കഴിയുമോ? ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ 2-3 വാക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒറ്റ വാക്കിലൊക്കെ പറഞ്ഞു വിടാൻ എളുപ്പമാ, പ്രസംഗിക്കാൻ എനിക്കും എളുപ്പമാ. പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വേദന അറിയാവോ? ഒന്ന് ശ്രദ്ധിച്ചേ. 3.5 വർഷം ദേശം മുഴുവനും ക്ഷാമമാകുമ്പോഴും ദേശം മുഴുവനും ഏലിയാവിനെ തിരക്കി മടക്കുമ്പോഴോ ഒറ്റയ്ക്ക് കിരീടത്തിന്റെ കരയിലിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചേ. അവന് പോകാൻ വേറെ ഒരിടമില്ല, അവന് സംസാരിക്കാൻ വേറൊരു വ്യക്തിയില്ല, അവൻ അഭയം തരാൻ വേറൊരാളില്ല. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ദൈവത്തിന്റെ ശബ്ദത്തിന് വില കൊടുത്തവന് വേണ്ടി ദൈവത്തിന്റെ കരുതൽ എല്ലാ പകലും ഇറങ്ങുമായിരുന്നെങ്കിൽ ഈ തലമുറയിൽ ആരെല്ലാം പരിഹസിച്ചാലും കുഞ്ഞെ ഈ ദൈവത്തിന് വേണ്ടി നിൽക്കുക. ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തിന് വേണ്ടി നിന്ന് അവന്റെ നന്മ രാവിലെ പോറും പുതിയത്, അവന്റെ വിശ്വസ്തത രാവിലെ പോറും പുതിയതായി നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഉലകത്തിൽ ആരുടെ മുൻപിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ കരുതൽ ദൈവം നിന്റെ മുൻപിൽ വെളിപ്പെടുത്തും. അബ്രഹാം ഒരിക്കൽ പറഞ്ഞു, നീ എന്നെ സമ്പന്നനാക്കിയെന്ന് നീ പറയരുത്. നാളെ ആരെങ്കിലും പറയരുത് ഞാനാണ് അവനെ വളർത്തിയതെന്ന്. നാളെ ആരെങ്കിലും പറയരുത് ഇന്ന വ്യക്തിയാണ് അവനെ വളർത്തിയതെന്ന്. നാളെ ആരെങ്കിലും പറയരുത് എന്നെ നന്മ കൊണ്ടാണ് അവർ ഈ നിലയിലെത്തിയെന്ന്. നോ. ദൈവത്തിന് വേണ്ടി ഇറങ്ങിയോ, ഇരിക്കേണ്ടടുത്തിരുന്നാൽ മതി. എത്തേണ്ട കാക്ക എത്തിക്കോളും. എത്തേണ്ട വഴികളിലൂടെ, എത്തിക്കേണ്ട വഴികളിലൂടെ എൻ്റെ ദൈവം നിന്റെ മുൻപിൽ നന്മ എത്തിക്കും. നീ പോകാ, നിനക്ക് വഴിയറിയില്ല, നിനക്ക് റൂട്ട് അറിയില്ല. നീ പോയാൽ നിന്റെ ജീവിതം തകർന്നു പോകും. പക്ഷെ ഇരിക്കേണ്ടടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എത്തേണ്ട നന്മ ഇരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ നന്മ എത്തുമെങ്കിൽ ഈ പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കണ്ട കണ്ടോ. 2025 അർഹതയില്ലാത്ത ചില നന്മകൾ നിന്റെ കൂടാരത്തിൻ്റെ മുൻപിൽ ഈ 2025 ദൈവം എത്തിക്കാൻ പോകുകയാണ്. ചില വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ചില വ്യക്തികളോട് ദൈവം ഇടപെടാൻ പോകുകയാണ്. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ചില നന്മയുടെ വാതിലുകളെ ദൈവാത്മാവ് തുറന്നു വിടാൻ പോകുകയാണ്. 1 അല്ല 2 അല്ല, എന്നോട് ദൈവസഭയുമായുള്ള ബന്ധത്തിൽ പറയുക 3 വാതിലുകളെ എൻ്റെ ദൈവ ആലയവുമായുള്ള ബന്ധത്തിൽ ഈ പകൽ തുറന്നിടാൻ പോകുക. അതാർക്കും അടയ്ക്കാൻ കഴിയില്ല, ഒരു വ്യക്തികൾക്ക് ഒതുക്കാൻ കഴിയില്ല. അത്തരത്തിലൊരു ദൈവ പ്രവൃത്തി ഈ പകൽ ദൈവാത്മാവ് ചെയ്യുക. അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നത് പോലെ ചിലവിനെ ദൈവം ലിഫ്റ്റ് ചെയ്യുക. ഓ ശബരബലദലഗടക
നന്നായി 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 കരമടിച്ചു വായ്കളെ തുറമ. ഓ, ഈ മുൻഭാഗം മുതൽ പുറകു വരെയും ദൈവത്തിന്റെ സാന്നിധ്യം ഈ ഹാളിനകത്ത് ചലിക്കട്ടെ. ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവിക കരുതലുകൾ കാണുന്ന സീസണുകൾ, ദൈവിക കരുതലുകൾ കാണുന്ന സീസണുകൾ ഞങ്ങൾ ആത്മാവിൽ തുറക്കുകയാ. പ്രിയരെ, വചനം പറയുന്നു ഏലിയാവിന്റെ മുൻപിൽ വെളിപ്പെട്ട കാക്കയുടെ വരവ് നിന്നു. തോട്ടിലെ വെള്ളം വറ്റി വെള്ളം നിന്നു. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, അത് ആ ദൂതിലേക്ക് ഞാൻ കടക്കുന്നേ. നമ്മളെല്ലാം ദൈവം തുറന്നു വരുന്ന വഴിയെ ആശ്രയിക്കുന്നവരാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പക്ഷെ ദൈവത്തെ ആശ്രയിക്കാൻ പലപ്പോഴും മറക്കും. ദൈവം തുറന്ന വഴിയിലല്ലേ ആശ്രയിക്കേണ്ടത്? വചനം പറയുന്നു, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതുമല്ലത്. മനുഷ്യനിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. ദൈവം തുറന്നു വന്ന നന്മയുടെ വാതിലിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കണം. പലർക്കും പറ്റിയ തെറ്റ്, പലർക്കും വന്നുപോയി കൈമോശം വന്നുപോയ ജീവിതത്തിനകത്ത് വേദനകൾ കൊണ്ടിടാനുള്ള കാരണം പലരും ദൈവത്തെ മറന്നു, വഴികളിൽ ആശ്രയിച്ചു. ദൈവം തുറന്ന നന്മയിൽ ആശ്രയിച്ചു, ദൈവം തുറന്ന വാതിലുകളിൽ ആശ്രയിച്ചു, ദൈവം കൊടുത്ത ജോലിയിൽ ആശ്രയിച്ചു, ദൈവം കൊടുത്ത ആരോഗ്യത്തിൽ ആശ്രയിച്ചു, ദൈവം കൊടുത്ത പണത്തിൽ ആശ്രയിച്ചു, ദൈവം കൊടുത്ത വീടിൽ ആശ്രയിച്ചു. പക്ഷെ എവിടെയൊക്കെ ദൈവത്തിൽ ആശ്രയിക്കാൻ മറന്നു. ഹല്ലേലൂയ. പക്ഷെ ഈ ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം ഏലിയാവിന്റെ പ്രത്യേകത, അവൻ ആശ്രയിച്ചത് കാക്ക കൊണ്ടുവരുന്ന അപ്പത്തിലല്ല. അവൻ ആശ്രയിച്ചത് അവൻ കോരി കുടിച്ചിരുന്ന കിരീത്തിലെ തോട്ടത്തിലെ വെള്ളത്തിലല്ല. അവൻ ആശ്രയിച്ചത് അവനോട് അരുളി ചെയ്തുകൊണ്ടിരുന്ന ഒരു ദൈവത്തിലാണ്. ഈ പകൽ ദൈവം തന്ന നന്മയിൽ ആശ്രയിക്കരുത്, ആരോഗ്യത്തിൽ ആശ്രയിക്കരുത്, ലോകത്തിൽ ദൈവം തുറന്നുന്ന വഴികളിലും വാതിലുകളിലും മനുഷ്യനിലും ആശ്രയിക്കരുത്. ഈ പകൽ മനുഷ്യനിൽ ആശ്രയിച്ച ഇന്നല്ലെങ്കിൽ നാളെ ആ മനുഷ്യൻ നിന്നെ വിട്ടുപോകും. ആമേ ആരോഗ്യത്തിൽ ആശ്രയിച്ച ആരോഗ്യം ഒരുപക്ഷെ നഷ്ടമായേക്കാം. ഈ ഏതെങ്കിലും സാഹചര്യത്തിനകത്ത് നീ ആശ്രയിച്ച് നീ അതിനകത്ത് കുടുങ്ങിപ്പോയ ദൈവത്തെ മറന്നുപോകാൻ സാധ്യതകളേറെയാണ്. പക്ഷെ മനുഷ്യനിൽ ആശ്രയിക്കാതെ ആരോഗ്യത്തിലും ദൈവം തന്ന നന്മകളിലും ദൈവം തുറന്നു വന്ന വാതിലുകളിലും ആശ്രയിക്കാതെ ഉടയവനിൽ ആശ്രയിച്ചു കഴിഞ്ഞ കെരീത്ത് വറ്റിക്കോട്ടെ, കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റിക്കോട്ടെ, കാക്കയുടെ വരവ് നിന്നോട്ടെ, നീ കരയേണ്ടി വരത്തില്ല. നിനക്ക് വേണ്ടി ഒരു സാറാപാത്ത് എന്റെ ദൈവം ഒരുക്കിക്കാണ്. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ കരമടിച്ചു ദൈവം 2025 ഇന്ന് പകൽക്കാലം പറ, ഞാൻ അപ്പത്തിൽ ആശ്രയിക്കത്തില്ല, എനിക്ക് ദൈവം തുറന്നു വന്ന ഒരു വഴിയിലും ഞാൻ ആശ്രയിക്കത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും. ഉലകത്തിൽ ഒരു മനുഷ്യന്റെ വാക്കിലും ആശ്രയിക്കില്ല, ഒരു കമ്പനിയിലും ഞാൻ ആശ്രയിക്കത്തില്ല. ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുമെന്ന് പറഞ്ഞു. ഈ പകൽക്കാലം അടഞ്ഞ വഴികൾ നോക്കി നീ കരയേണ്ടി വരില്ല. അടഞ്ഞ വഴികളുടെ മുൻപിൽ വിശാലമായ സാറാപാത്തുകൾ നിനക്ക് വേണ്ടി ഒരുക്കപ്പെടാം. കരമടിച്ചു വായ്കളെ തുറമ, എന്റെ ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. ഈ പകൽ വ്യക്തമായി ദൈവം ചിലതിനെ തൊടുകയാണ്. ഓ ശബാല ബലഘടക, ആശ്രയം മാറട്ടെ. നീ ചിന്താഗതികൾ മാറട്ടെ, നിന്റെ മൈൻഡ് സെറ്റുകൾ മാറട്ടെ. ഏബോ നന്മ വന്നപ്പോൾ ദൈവത്തെ മറന്നില്ലേ? ഏബോ അനുഗ്രഹം വന്നപ്പോൾ ആരാധന മറന്നില്ലേ? ഇന്ന് നിന്റെ ഹൃദയത്തിനകത്ത് ഏതോ കോണിനകത്ത് പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയല്ലേ? നീ അങ്ങനെ പോയത് കൊണ്ട് ഇന്നത്തെ വേദന നിന്റെ ജീവിതത്തിൽ വന്നവന്ന് നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം വേറെ എന്തിലേക്കോ വഴിമാറിപ്പോയത് കൊണ്ട്
നീ അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക് കാരണമെന്ന് എവിടെയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ലേ? ഈ പകൽക്കാല പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഇന്ന് പകൽക്കാല നിന്റെ പ്രയോറിറ്റി മാറട്ടെ, നിന്റെ മുൻഗണന മാറട്ടെ, നിന്റെ പ്രയോറിറ്റി ദൈവത്തിലേക്കാകട്ടെ, ദൈവിക പ്രമാണത്തിലേക്കാകട്ടെ. ഓ പ്രയോറിറ്റികൾ മാറട്ടെ, പ്രയോറിറ്റികൾ മാറട്ടെ. പ്രയോറിറ്റികൾ മാറിയ ഈ പകൽ ദൈവത്തിന് നീ പ്രയോറിറ്റി കൊടുത്ത ദൈവത്തിന്റെ പ്രൊവിഷനുകൾ നിന്റെ മുമ്പിൽ തുറന്നു വരും. ദൈവത്തിന്റെ പ്രൊവിഷനുകൾ നിനക്ക് മുൻപിൽ തുറന്നു വരും. ആമേൻ. നാളുകൾ ഉപവസിച്ചില്ലേ, നാളുകൾ പ്രാർത്ഥിച്ചില്ലേ, നാളുകൾ കൈയടിച്ചില്ലേ, നാളുകൾ അനേക ദൈവദാസന്മാരെ മാറി മാറി വിളിച്ചു നീ പ്രാർത്ഥനാ വിഷയം അറിഞ്ഞില്ലേ, എന്നിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ. ഇന്ന് പകൽക്കാല ലഭിച്ച മന്മയിലുള്ള ആശ്രയ നിന്റെ ജീവിതത്തിനകത്ത് കൊണ്ടുവന്ന നഷ്ടത്തെ ഇന്ന് പകൽക്കാല മടങ്ങി വന്ന ദൈവത്തിന് പ്രയോറിറ്റി കൊടുത്ത, ദൈവരാജ്യത്തിന് നീ വില കൊടുത്ത, ദൈവത്തിന് കൊടുക്കേണ്ട വില ദൈവത്തിന് കൊടുത്ത ഇന്ന് പകൽക്കാല പൗലോസ് ഒരിക്കൽ പറഞ്ഞു, പത്രോസ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഇവയേക്കാൾ അധികമാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കർത്താവേ. കർത്താവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുണ്ട്. എന്റെ ഉടയവൻ ചോദിച്ചു, ബർജോനായ ശിമോനെ, നീ ഇവയേക്കാൾ അധികമോ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, കർത്താവേ, അങ്ങെല്ലാം അറിയുന്നു. എന്റെ പ്രയോറിറ്റി ഈസ് ഇൻ യു ലോർഡ്. ഇന്ന് പകലില് അത് അങ്ങിലാണ്. ആമേൻ. തൻ്റെ ഇടമുണ്ടോ പറയാൻ? എൻ്റെ പ്രയോറിറ്റി എൻ്റെ വീട്ടുകാരിലല്ല, എൻ്റെ പ്രയോറിറ്റി എൻ്റെ മാതാപിതാക്കളിലല്ല. മാതാപിതാക്കളെ, നിങ്ങൾക്ക് പറയാൻ തൻ്റെ ഇടമുണ്ടോ? എൻ്റെ പ്രയോറിറ്റി എൻ്റെ മക്കളിലല്ല, എൻ്റെ പ്രയോറിറ്റി ദൈവം തുറന്നു തന്ന താൽക്കാലിക നന്മകളിലല്ല. എൻ്റെ പ്രയോറിറ്റി എൻ്റെ ദൈവത്തിലാ, എൻ്റെ ദൈവത്തിലാ, എൻ്റെ ദൈവത്തിലാ, എൻ്റെ ദൈവത്തിലാ. എൻ്റെ ദൈവം കൊണ്ടുവന്നാൽ, എൻ്റെ ദൈവമാണ് എന്നെ കൊണ്ടുവന്നതെങ്കിൽ ഞാൻ അവങ്കിലേക്ക് നോക്കിയാൽ പൊട്ടക്കിണറിനകത്തും ഞാൻ ചെയ്യാളിയായി നിൽക്കും. അടിമച്ചന്തയിലും എൻ്റെ കൂടെ ഇറങ്ങി വരുന്നൊരു ദൈവത്തെ എനിക്കറിയാം. പോത്തിഫറിന്റെ ഭവനത്തിനകത്ത് ചെയ്യാത്ത കുറ്റത്തിന് നിന്നാപാത്രമാകുമ്പോൾ, അല്ലോ കുറ്റപത്രം കോടതിയിൽ വായിച്ചു കേൾപ്പിക്കുമ്പോഴും എൻ്റെ കൂടെ ഇറങ്ങി വരുന്നൊരു ദൈവത്തെ എനിക്കറിയാം. ഈ പകൽ വിശ്വസിക്കാമോ? 7 വർഷം ജയിലറയ്ക്കകത്ത് ആരുമില്ലാതെ ഏകാന്തത എണ്ണി ജീവിതം തീർക്കുമ്പോഴും അവളെ എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയാമെന്ന് യോസേപ്പിന് പറയാനൊരു സാക്ഷ്യമുണ്ടെങ്കിൽ, ഏലിയാവിന് പറയാനൊരു സാക്ഷ്യമുണ്ട്. കരീത്തിന്റെ ഏകാന്തതയ്ക്കകത്ത് എന്റെ പ്രയോറിറ്റി എന്റെ ദൈവമത്രേ. പ്രിയരേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കും, വചനം കൊണ്ട് ജീവിക്കും. പലരപ്പത്തിന്റെ പിറകെ പോകുമ്പോൾ, ഏതോ ചില നന്മയുടെ പിറകെ പോകുമ്പോൾ, ഏതെങ്കിലും പ്രതികൂലം വരുമ്പോൾ അയ്യോ ദൈവമേ എന്ന് വിളിച്ചോണ്ട് ഓടി വരുന്ന 100 കണക്കിന് പേരെ എനിക്കറിയാം. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവസന്നിധിൻ്റെ കീഴിൽ ദൈവികമായ പ്രയോറിറ്റി കൊടുത്ത ദൈവസന്നിധി നിന്നാൽ നീ ഒരു മനുഷ്യൻ്റെ മുൻപിൽ നിന്റെ തല കുനിക്കേണ്ടി വരില്ല. ഒരു മനുഷ്യൻ്റെ മുൻപിൽ നിന്നാപാത്രമാകാൻ എൻ്റെ ദൈവം അനുവദിക്കേണ്ടി വരില്ല, ദൈവം അനുവദിക്കത്തില്ല. എത്ര വലിയ പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിനൊക്കെ താഞ്ഞടിച്ചാലും, ഒരു ദേശം മുഴുവനും നിനക്കെതിരായി നിന്നാലും, നിനക്ക് വേണ്ടിയുള്ളത് ദൈവം കരുതും, ദൈവം കരുതും. ഈ പകൽ ഞാൻ ആത്മാവിൽ സ്നേഹത്തോടെ ഞാൻ ചോദിക്കാം, നമ്മുടെ പ്രയോറിറ്റി ആരാ? നമ്മുടെ പ്രയോറിറ്റി ആരാ? ദൈവത്തിലാണോ? ദൈവത്തിലാണോ? ദൈവം കരുതും, ദൈവം കരുതും, ദൈവം കരുതും. കാക്കയുടെ വരവ് നിന്നു, സാറാപ്പത്തിലെ വെള്ളം പറ്റി.
കെരീത്തിലെ വെള്ളം വറ്റി. ദൈവത്തെ നോക്കിയവൻ, ദൈവത്തിൽ മാത്രം ആശ്രയിച്ചവന് വേണ്ടി ദൈവ സാറാപാത്തിലെ വാതിൽ തുറന്നു. സാറാപാത്തിലെ വാതിൽ തുറന്നു. വീട്ടിൽ പോയി വചനം വായിക്കണം. ഇങ്ങനെ പറയുന്നുണ്ട്, ശേഷിച്ച കാലം മുഴുവനും ഏലിയാവ് സാറാപാത്തിൽ പാർത്തു. ഹൗ ഇറ്റ് ഹാപ്പൻഡ്? എന്തുകൊണ്ടത് സംഭവിച്ചു? എന്തുകൊണ്ടത് സംഭവിച്ചു? ദൈവത്തിന് വില കൊടുത്തതുകൊണ്ട്, ദൈവത്തിന് വില കൊടുത്തതുകൊണ്ട്, ദൈവരാജ്യത്തിന് വില കൊടുത്തതുകൊണ്ട്. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, എടുക്കേണ്ട പുറപ്പാട് പുസ്തകത്തിൽ, പുറപ്പാട് പുസ്തകം നിങ്ങളിങ്ങനെ വായിച്ചു വരുമ്പോൾ പിന്നെ അവസാന ഭാഗങ്ങളിൽ ഒരു പദം സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിനകത്ത് അതിൻ്റെ മധ്യഭാഗമൊക്കെ എത്തുമ്പോൾ ദൈവത്തിൻ്റെ കരുതലിൻ്റെ മന്ന ഇസ്രായേൽ കൂടാരത്തിനകത്ത് വീഴുക. പഞ്ചഗ്രന്ഥങ്ങൾ നാം ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ അതിനകത്തൊരു പദം എൻ്റെ ഹൃദയത്തെ സ്ട്രൈക്ക് ചെയ്തതുകൊണ്ട്, യോശുവയുടെ പുസ്തകമാണെന്ന് തോന്നുന്നു. അതിനകത്ത് യോശുവ എഴുതുന്നൊരു പദമുണ്ട്, ഇസ്രായേൽ ജനം കനാൻ നാട്ടിലെ നന്മ അനുഭവിച്ചു തുടങ്ങുന്നതിന് പിറ്റേ ദിവസം മന്ന നിന്നു. വാഗ്ദത്തം അനുഭവിച്ച് ദൈവജനം തുടങ്ങുന്നതിനു മുമ്പ് ദൈവത്തിൻ്റെ കരുതലിൻ്റെ മന്ന തിന്നു. ഒരു ഉറപ്പ് ഞാൻ പറയാം, ചില മന്നകൾ നിൽക്കും, ചില കാക്കയുടെ വരവ് നിൽക്കും, ചില കിരീത്ത് തോടുകൾ വറ്റും. ഒരു ഉറപ്പ് ഞാൻ പറയാം, അതിനപ്പുറം ഒരു കനാനിൽ നീ എത്തും, ഒരു കനാനിലെത്തും. ഒരു സാറാപാത്ത് ദൈവം നിനക്കൊരുക്കും. നീ അനുഭവിക്കുന്ന വേദനയ്ക്കപ്പുറം ദൈവത്തിൻ്റെ കരുതൽ നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുമ്പോൾ, ഇന്ന് പകൽക്കാലം ചില വേദനകൾ, ചില ശൂന്യതകൾ, ചില നഷ്ടങ്ങൾ, ചില നിന്മകൾ, ചില അപമാനങ്ങൾ, അതൊന്നും ഒരു തകർച്ചക്കല്ല കുഞ്ഞേ. ദൈവം നിന്നെ അപ്ഗ്രേഡ് ചെയ്യുക. ചില ശൂന്യതകൾക്കകത്ത് ദൈവം നിന്നെ അപ്ഗ്രേഡ് ചെയ്യുക. എന്തിനു വേണ്ടിയെന്നറിയാമോ? മന്ന നിന്ന് പിറ്റേ ദിവസം മുതൽ ഇസ്രായേൽ കനാനിൽ കാൽ ചവിട്ടി. ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. ദൈവത്തിൻ്റെ ചില കരുതലുകൾ നിൽക്കുന്നത് പിതാക്കന്മാർ കേട്ട വാഗ്ദത്ത നിവർത്തിയിൽ എൻ്റെ ദൈവം നിന്നെ എത്തിക്കുന്നതിന് മുമ്പാണ്. ഇന്ന് പകൽക്കാലം എവിടെയൊക്കെ ദൈവം പ്രാർത്ഥനയിൽ തുറന്നു തന്ന വഴികൾ, വാതിലുകൾ അടയപ്പെട്ടു എന്ന് നിൻ്റെ ജീവിതത്തിനകത്ത് തോന്നുന്നുണ്ടെങ്കിൽ ഒരുറപ്പ് ഞാൻ പറയാ, നീ വാഗ്ദത്തത്തിൻ്റെ അടുക്കലെത്തിക്കഴിഞ്ഞു. നിന്റെ കാൽ വാഗ്ദത്തത്തിലേക്ക് ചവിട്ടുന്നതിന് മുമ്പ് ചില വാതിലുകൾ അടയുമവ. അതുകൊണ്ട് മന്ന നിന്നുപോയി എന്നരുതി നീ ഭാരപ്പെടണ്ട. എൻ്റെ ദൈവം നിന്നെ കനാനിലെത്തിച്ചിട്ടുണ്ട്. കനാനിലെത്തിയെങ്കിൽ മാത്രമേ ചില മന്നകൾ നിൽക്കത്തുള്ളൂ. കാരണം നീ നോക്കിയിറങ്ങിയത് മനുഷ്യനെയല്ല, നീ ആശ്രയിക്കുന്നത് ദൈവത്തെയാണ്. നിനക്ക് വേണ്ടി കരുതാമെന്ന് പറഞ്ഞത് എൻ്റെ അപ്പനാണെങ്കിൽ ഒരു ഉറപ്പ് ഞാൻ പറയാം, ആരെല്ലാം പ്രതികൂലമായി മാറിയാലും എൻ്റെ ദൈവത്തിൻ്റെ കരുതൽ നിന്നെ തേടിയെത്തും. എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. നിന്ന് പ്രസംഗിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുക. എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഒരു നിമിഷം ദൈവം എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? ഈ പകലിലും ദൈവസ്നേഹത്തിൻ്റെ ആഴം അനുഭവിക്കുന്നവർ ഉണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഈ പകലൊന്ന് പ്രാർത്ഥിച്ചേ. കേവലം ഒരു ഞായറാഴ്ച വന്നിരുന്നു പോകുന്ന ലാഘവത്തിലിരിക്കരുത്. എല്ലാ ഞായറാഴ്ചയും വന്ന് പാടി പ്രാർത്ഥിച്ചു പോകുന്ന
ഒരു ലാഘവത്തിൽ നിൽക്കരുത്. ഈ പകൽ അവൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. എന്നോട് ദൈവാത്മാവ് പറയുക, അർഹതയില്ലാത്ത നന്മകൾ ദൈവത്തിൽ നിന്റെ കരത്തിൽ തരാൻ പോവാ. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയട്ടെ. മാറോട കരം ചേർത്ത് പിടിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് ചേർത്ത് പിടിച്ചാട്ടെ. ലൈവിലൂടെ ഞങ്ങളെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ദൈവശബ്ദം നിങ്ങളുടെ ചരിത്രത്തെ മാറ്റാൻ കഴിയുന്നതാണ്. ഒരു വാക്ക് ഞങ്ങളോട് കൂടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, എൻ്റെ പ്രയോറിറ്റി അങ്ങാണ്. I need you more than anything in this world. എനിക്ക് ഈ ലോകത്തിലുള്ള എന്തിനേക്കാളും അങ്ങേ വേണം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാമോ? എല്ലാ കണ്ണും ദൈവസനായിട്ട്. We can sense your presence here. ഈ ജനത്തിൻ്റെ മേൽ ആ ദൈവ സാന്നിധ്യത്തെ ഞാൻ അയക്കുകയാണ്. ഇതിനകത്ത് നിൽക്കുന്ന ഓരോ വ്യക്തികൾ ലൈവിലൂടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോ വ്യക്തികൾ അവരുടെ ജീവിതത്തിനകത്ത് അവരുടെ ചരിത്രത്തെ മാറ്റുന്ന ദൈവിക നിയോഗങ്ങൾ ഉണ്ടാകട്ടെ. ദൈവിക നിയോഗങ്ങൾ ഉണ്ടാകട്ടെ. ദൈവം കരുതാൻ പോവുക കേട്ടോ. ദൈവം കരുതാൻ പോവുക. ദൈവാത്മാവ് ചിലതിനെ തൊടുക. 2025 ഒരുങ്ങിക്കോ. കണ്ണുകൊണ്ട് ഇതുവരെയും കാണാത്ത ചില ദൈവപ്രവർത്തികൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. നിന്റെ ഭാവിക്കകത്ത് വെളിപ്പെടാൻ പോവുക. കരുതും നീനക്കാവൻ വേണ്ടതല്ല, തളരാതെ ഉടനീടുവാൻ. കരുതും നീനക്കാവൻ വേണ്ടതല്ല, തളരാതെ തുടനീടുവാൻ. ആഴലേ ജീവിത മാരുവിൽ നീ തളരുക. ആഴലേ ജീവിത മാരുവിൽ നീ തളരുകയോ. ഇനി സഹജേ നിന്നെ വിളിച്ചവനും മയുള്ളോ. കണ്ണിൻ മണി പോലെ കാത്തിടുമേ. നിന്നെ വിളിച്ചവനും മയുള്ളോ. കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വാഴുതാതെയവൻ താങ്ങി നടത്തിടും കരത്താ. അന്ത്യം വരെ വാഴുതാതെയവൻ താങ്ങി നടത്തിടും പൊന്നും കരത്താ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നിനക്കില്ലയോ. കരുതും നീനക്കവൻ വേണ്ടതല്ല, തളരാതെ തുടർന്നിടുവാൻ. കരുതും നീനക്കവൻ വേണ്ട
വേണ്ടതെല്ലാം തളരാതെ തുടർന്നിടുവാൻ ആഴലേ ജീവിതമരുവിൽ നീ തളർ ഇനി സഹജേ ആഴലേ ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഇന്ന് പകൽക്കാലം മനുഷ്യനിൽ ആശ്രയം നിർക്കപ്പെടട്ടെ. ദൈവികമായ ആശ്രയത്തിലേക്കൊന്ന് കടന്നു വരാമോ? ഒരുപക്ഷെ ആരും നിന്റെ കൂടെ ഉണ്ടാകണമെന്നില്ല, ആരാലും ഒരു സപ്പോർട്ട് നിനക്ക് ലഭിക്കണമെന്നില്ല. എന്നെ അറിയുന്നൊരു ദൈവമുണ്ട് കേട്ടോ. നിന്നെ സ്നേഹിക്കുന്നൊരു അപ്പനുണ്ട്. അവൻ പറയാ, ഞാൻ നിനക്ക് വേണ്ടി കരുതാം, ഞാൻ നിനക്ക് വേണ്ടി കരുതാം. ഈ മരുഭൂയാത്രയിൽ ആരും നിനക്ക് വേണ്ടി കരുതിയില്ലെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി കരുതാം. ആ ദൈവത്തോടൊന്ന് പറയാമോ? Be with me Lord, be with me Lord. എന്റെ കൂടെ ഒന്ന് നിൽക്കണേ, എന്റെ കൂടെ എന്നെ ഒന്ന് ചേർത്ത് നിർത്തണേ. അങ്ങനെ ചേർത്ത് നിർത്തിയാൽ എൻ്റെ ജീവിതം ധന്യമാണ്. എനിക്ക് വേണ്ടിയുള്ള കരുതലുകൾ എന്നെ തേടിയെത്തും. എനിക്ക് വേണ്ടിയുള്ള ദൈവിക നന്മകൾ എന്നെ കൂടാരത്തിൽ തേടിയെത്തും. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാമോ? അപ്പാ, ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഹാളിനകത്തായിരിക്കുന്നവർ, വിവിധ രാജ്യങ്ങളിലിരുന്ന് ഞങ്ങളെ കാണുന്നവർ, ഇനി കാണാൻ പോകുന്നവർ, ഇപ്പോൾ സമർപ്പണത്തോടെ ഒരു വാക്കെങ്കിലും പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ദൈവത്തിൻ്റെ പ്രൊവിഷനുകൾ ഇറങ്ങട്ടെ. ഞാനിപ്പോൾ ഇന്ന് കേട്ട വചനമയച്ച് ഞാൻ അവരെ ബ്ലസ് ചെയ്യുക. ഈ തലമുറയിലും അഭിഷേകത്തോടെ നിൽക്കാം, ആത്മനിറവിൽ ചലിക്കാം. സ്വർഗമേ, ഇടവരുത്തണേ. ഇവിടെ ജീവിതത്തിൻ്റെ അകത്തുള്ള ശൂന്യതകൾ മാറട്ടെ. വഴികൾ അടയപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അങ്ങയെ വഴി അടയുന്നതിന് മുമ്പ് തുറന്ന ആ വാതിലുകൾ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടു വരട്ടെ. ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. സ്വർഗം അങ്ങനെ ചെയ്യും.